അപ്പം നമ്മളിങ്ങനെ കാലാവസ്ഥ പരിശോധിച്ചാൽ സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമായി തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ മഴ ലഭിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ വൈകിട്ട് പെയ്ത കനത്ത മഴയിൽ വലിയ നാശനഷ്ടങ്ങളും ഉണ്ടായി. ഇന്നത്തെ കാലാവസ്ഥാ റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാൽ നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ മാപ്പ് ദേ വരുന്നു. മാപ്പിലേക്ക് നോക്കിയാൽ ഇന്നിപ്പോൾ ദേ 8 ജില്ലകളിൽ താഴെ നിന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശ്ശൂർ, അതേപോലെ എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ഈ ജില്ലകളിലൊക്കെയും യെല്ലോ അലേർട്ടാണ്. അതായത് മഴ മുന്നറിയിപ്പുണ്ട്. മറ്റ് ജില്ലകളിൽ ഗ്രീൻ അലേർട്ടാണ് നമ്മൾ ഈ മാപ്പിൽ കാണുന്നെങ്കിലുവേ മഴ പെയ്യാനുള്ള സാഹചര്യം ഉണ്ട് കേട്ടോ. മഴ പെയ്തേക്കും അവിടെയൊക്കെയും. അടുത്ത 4 ദിവസത്തേക്ക് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം കൂടി കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ശക്തമായ ഇടിമിന്നലിനും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുമുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് എങ്കിലും കേരള തമിഴ്നാട് തീരത്ത് ഇന്നിപ്പോൾ മത്സ്യബന്ധനത്തിന് വിലക്കുകളൊന്നുമില്ല. ജില്ലകളിലെ കാലാവസ്ഥാ റിപ്പോർട്ട് പരിശോധിച്ചാൽ ഇന്നിപ്പോൾ തിരുവനന്തപുരത്തേക്ക് വന്നാൽ തിരുവനന്തപുരത്ത് പൊതുവെ മേഘാവൃതമായൊരു അന്തരീക്ഷമായിരിക്കും. ശക്തമായതോ ഒറ്റപ്പെട്ടതോ ആയിട്ടുള്ള മഴ ലഭിക്കും. അലേർട്ടും കൂടെ നിലനിൽക്കുന്നുണ്ട്. ജില്ലയിൽ ഇന്ന് അനുഭവപ്പെടുന്ന ഉയർന്ന താപനില പരിശോധിച്ചാൽ അത് 34 ഡിഗ്രി സെൽഷ്യസ് ആണ് തിരുവനന്തപുരത്തേത്. കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസും ഉണ്ട്. എറണാകുളത്തേക്ക് നമ്മൾ വന്നാൽ എറണാകുളത്തെ ഈ ജില്ലയിലെ കൂടിയ താപനില നമ്മൾ ഈ കാണുന്ന പോലെ 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസുമാണ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും. അതേപോലെ കണ്ണൂരിലും ഒക്കെ ചൂട് കുറഞ്ഞിട്ടുണ്ട്. 34.8 കറക്റ്റ് പറഞ്ഞാൽ അവിടുത്തെ താപനില. അതേപോലെ ജില്ലയിലെ ഇന്നത്തെ കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും. ജില്ലയിലെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും ഇല്ലെങ്കിലും ചിലയിടത്ത് നേരിയ മഴ ലഭിച്ചു. അതായത് വടക്കൻ കേരളത്തിലോട്ട് നിലവിൽ അലേർട്ടുകളൊന്നും തന്നെ ഇല്ല. നമ്മൾ നേരത്തെ മാപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, അലേർട്ടില്ല. അലേർട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ തൊട്ട് താഴോട്ടാണ്. തൃശ്ശൂർ, ഇടുക്കി, എറണാകുളം തുടങ്ങി പിന്നീട് തെക്കൻ കേരളത്തിലോട്ടൊക്കെയാണ് അലേർട്ടുള്ളത്. പക്ഷേ വടക്കൻ കേരളത്തിലും മഴ ലഭിച്ചേക്കും കേട്ടോ. വടക്കൻ കേരളത്തിലുള്ളവർ നമ്മുടെ വാർത്തയൊക്കെ ഹലോ മലയാളമൊക്കെ കേട്ടിട്ട് അയ്യോ ഇന്നിനിപ്പോൾ നമുക്കൊന്നും മഴ ഇല്ലല്ലോ എന്ന് വിചാരിക്കേണ്ട. മഴയൊക്കെ പെയ്യാനുള്ള സാധ്യത ഉണ്ട്, നിലനിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ സംസ്ഥാനം ഒട്ടാകെയാണ് ഈ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്.